പ്രിയമുള്ളവരെ ഷെഫീഖ് ചങ്ങരയാണ്. അപ്പോൾ നമ്മൾ ഇതാക്കണേ പുതിന കൃഷി പുതിന കൃഷി 100 പേർക്ക് നമ്മൾ ഇത് ഫ്രീ ആയിട്ടല്ല, നമ്മൾ കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി. നമ്മൾ ഫോളോവേഴ്സിന് നമ്മൾ തരാൻ പോവാണ്. ഇതാക്കണേ കുട്ടികളെ കാണിച്ചെടുത്താണേ, എല്ലാവരും കൊണ്ടുവന്ന് കാണിച്ചെടുത്താണേ. അപ്പോൾ ഇതാക്കണേ നല്ല പുതിന തൈകൾ കേട്ടോ. ഇനിയിപ്പോൾ പുതിന തൈകൾ ഞങ്ങൾ കുഴിച്ചിട്ടിട്ട് ഉണ്ടാവണില്ല എന്ന് പരാതി വേണ്ട, 100 പേർക്ക് നമ്മൾ തരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഏകദേശം 5 മില്യൺ ആൾക്കാർ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണേ എപ്പോഴും നമ്മളടുത്ത് ഈ സാധനം ഉണ്ട്, പുതിന. നമ്മൾ വീട്ടിലൊക്കെ നല്ല നാടൻ പുതിന കണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ സാധനം ഏതാ മുതൽ ഇതിങ്ങനെ മണത്ത് നോക്കിയാണ് ഇതിൻ്റെ സ്മെല്ല്. അപ്പോൾ ഇത് 100 പേർക്ക് തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പുതിയ കൃഷിക്കായിട്ട് ഒരു കൃഷി എന്നുള്ള പേരിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെഫീഖ് ചങ്ങര എന്നുള്ള ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ കൃഷി എന്നുള്ള ഈ കാണുന്ന പേജും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളെ ഫോൺ നമ്പർ അതുപോലെ തന്നെ നിങ്ങളെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള ഒരു കമൻറ്റ് ഇടുക. പിന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ തിരഞ്ഞെടുത്ത 100 പേർക്ക് ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കുപോക്കുക. അപ്പോൾ ഇതാണ് സംഭവം. എന്താ കണ്ടോ, നല്ല കരുത്തുള്ള തൈകളാണ് കണ്ടോ, നല്ല കരുത്തുള്ള തൈകൾ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാക്കണേ ഇതിലൊക്കെ കണ്ടോ തിക്കായിട്ടുണ്ടായിന്. നാളെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾക്ക് നമ്മൾ അത്യാവശ്യം കുറച്ച് കടയിൽ കൊണ്ടു കൊടുക്കുകയാണ്. ഇത് കട്ട് ചെയ്തിട്ട് കേട്ടോ. നല്ല നാടൻ പുതിനക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ കുറച്ച് നമ്മൾ നാടനായിട്ട് നമ്മൾ ഓരോ 10 രൂപേൻ്റെ ചെറിയ പാക്കായിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഏകദേശം ഇത് തന്നെ ഒരുപാട് പൈസക്ക് ഉണ്ടാവും. അപ്പോൾ പുതിന അതാക്കണേ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. കണ്ടോ ഇവിടെതാ ഇതൊക്കെ പുതിന ഉണ്ടാക്കി. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇവിടെതാ അവിടെതാ ഇതാക്കണേ, ഇവിടെ ഈ ഭാഗത്ത് ഇത് കണ്ടോ, ഇവിടെയൊക്കെ പുതിന, ഒരുപാട് പുതിന ഉണ്ട്. ഏകദേശം 300 പുതിന തൈകൾ നമ്മൾ ഉണ്ടാക്കിന്. അപ്പോൾ ഇനിയും ഒരുപാട് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മളൊപ്പം കൂടിക്കോളി. അതുപോലെ പൊന്നാങ്കണ്ണി ചീരണ്ട്, മറ്റുള്ള ഒരുപാട് വിത്തുകൾ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നിലത്തൊക്കെ അതേപോലെ കുഴിച്ചിട്ടാൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ. നിലത്ത് ചട്ടിയിലാകുമ്പോൾ ഒന്നുകൂടി ദമ്മായിട്ടുണ്ടാവും. നമ്മൾ കറക്റ്റ് വളം ചെയ്യണതൊക്കെ കറക്റ്റായിട്ട് വളം കിട്ടും. ഇത് കണ്ടോ ചീര ഉണ്ട്. ഇത് കണ്ടോ ഞൊട്ടാഞ്ഞൊടിയ നമ്മൾ ഈ മഴക്കാലത്ത് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പ് നമ്മൾ പാടത്ത് നടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചാണ്. ഇവിടെ ഉള്ളതൊക്കെ കണ്ടോ, ഈ നിലത്തുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് പുതിയ ശേഖരങ്ങൾ ഉണ്ടാവും കേട്ടോ, ഒരുപാടുണ്ടാവും, പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുക, അതുപോലെ തന്നെ ഇതിന് ജൈവവളം കൊടുക്കുക. അപ്പോൾ നന്നായിട്ടുണ്ടാവും. ഏതാ ഇത് കണ്ടോ, ഒരുപാട് സാധനം കട്ട് ചെയ്ത് കണ്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മുടെ ഷെഫീഖ് ചങ്ങര എന്നുള്ള പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൃഷി എന്നുള്ള പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മാത്രമല്ല ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളെ അഡ്രസ്സും നിങ്ങളെ ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക. അത്ര ചെയ്താൽ മാത്രം മതി. ഇതുപോലെ വെടിക്കെട്ട് സാധനങ്ങൾ ഇനിയും വരാണ്ട് അല്ലേ കുട്ടികളെ, വെടിക്കെട്ട് ഐറ്റംസ് വരാമല്ലേ. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കണ്, ഇനി ഇവർ നമ്മളപ്പം നേക്കാരം. അപ്പം ഓലും നമ്മളും കൂടി കൂടിയിട്ട് തകർക്കും ഈ 2 മാസം. അപ്പോൾ ഒരുപാട് വീഡിയോസ് വരും. നമുക്ക് എന്താ മലയിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെ കുക്കിങ് എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞേ, ആടോ മാനോ മീനും വേണം, പിന്നെ എന്താ വേണ്ടേ, ഞണ്ട് വേണം, പിന്നെ ഒരു വായ്ക്കും കോയും, അതുപോലെ തന്നെ ഒരു ചക്കയും ബീഫും ചക്കയും കോയും, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ വരുന്നത് അല്ലേ. അത് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണിച്ചു തരും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് കൂടിക്കോളൂ അല്ലേ, പറഞ്ഞോളൂ.